السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الملك القدوس السلام الذي عطى كل شيء خلقه على كمال وعلى تمام، والصلاة والسلام على رسول الله صلى الله عليه وآله وصحبه وسلم. يقول الله تبارك وتعالى في قرآن المجيد: وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره إن في ذلك لآيات لكل شيء يعقلون. മാന്യ സദസ്യരെ, മാനവ മഹിതമ ഗുഡമധുരിമ മരതക കനക കലവറയുടെ കനക കാന്തികൾ കതിരിട്ട് കാണാൻ കാരുണ്യത്തിന്റെ കാവലാൽ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര സുമോഹന സായാഹ്നത്തിൽ ഏവർക്കും നബിദിനാശംസകൾ. ഈ മഹനീയ വേദിയിൽ ഇസ്ലാമിക ആധുനിക ശാസ്ത്രത്തിന്റെ തറവാട് എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പകാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ഇസ്ലാമിക നാഗരികതയുടെ ശോഭനമായ ചിത്രങ്ങൾ ലോകമാകെയും വ്യാപിച്ചു കിടക്കുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അതിന്റെ സംഭാവനകൾ. മനുഷ്യൻ ബന്ധപ്പെടുന്ന മുഴുവൻ വിഷയങ്ങളിലും സമൂല്യമായ പരിവർത്തനം നടത്തി. വീട് നിർമ്മാണം, ഭക്ഷണ രീതികൾ, വീടകങ്ങളിലെ അവസ്ഥകൾ, ചെസ് പോലുള്ള വിനോദങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ, പരവതാനികൾ, ഘടികാരങ്ങൾ, കാപ്പി പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ പ്രതിപാദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നാം നെട്ടിധരിച്ചു പോകും. മനോഹരമായ സംവിധാനമായിരുന്നു അക്കാലഘട്ടത്തിലെ ഓരോ വീടുകളിലും ഉണ്ടായിരുന്നത്. വിജ്ഞാനത്തിന്റെ വികാസത്തിലും അതിന്റെ ഗവേഷണത്തിലും മുസ്ലിം നാഗരികത നടത്തിയ ഇടപെടലുകൾ അത്ഭുതകരവും മാതൃകാപരവുമായിരുന്നു. വിവിധ ഭാഷകൾ, കെമിസ്ട്രി, ഫിസിക്സ്, വിവിധ ശാസ്ത്ര മേഖലകൾ, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, സാഹിത്യം, കല എന്നിവ പരിപോഷിപ്പിക്കുന്നതിൽ അക്കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തുമാത്രം വിജയിച്ചുവെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ജാബിർ ബിൻ ഹയ്യാനെ പോലുള്ളവർ ഈ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി. 1000 വർഷങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിൽ സ്ഥാപിച്ച ഒരു സമൂഹത്തെ എങ്ങനെ പ്രചോദിപ്പിച്ചു എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. അവിടുത്തെ അക്കാദമിക് ചർച്ചകൾ, പര്യവേക്ഷണങ്ങൾ, ഗവേഷണ പഠനങ്ങൾ എന്നിവ ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ ക്രൈസ്തവ യഹൂദ വിശ്വസ്ത പണ്ഡിതർ വരെ ഔസോവിസ്റ്റത്തിൽ നിത്യ സന്ദർശകരും ഉപഭോക്താക്കളുമായിരുന്നു എന്ന് കാണാം. അവിടുത്തെ ലൈബ്രറി അതിശയപ്പെടുത്തുന്നതായിരുന്നു. മറ്റു ഭാഷകളിലെ ഗ്രന്ഥങ്ങൾ, അറിവുകൾ അതിന്റെ മൂല്യത്തോടെ വിവർത്തനം ചെയ്യാനും വിജ്ഞാനത്തിലും ഗവേഷണത്തിലും അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അത്തരം ഗ്രന്ഥങ്ങൾ അറബിയിലോട്ട് വിവർത്തനം ചെയ്യാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഔസോവിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. കൈറോ മുതൽ തിംബുക്തി വരെയുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സ്കൂളുകളും സർവകലാശാലകളും ഉയർന്നു വന്നു. ഫാത്തിമത്തു അൽ ഫിഹിരിയ എന്ന ഉദാരമനസ്ക തന്റെ സമ്പാദ്യം ഉപയോഗിച്ച് മൊറോക്കയിലെ ഫെസിൽ സ്ഥാപിച്ച അൽ ഖറവീൻ സർവകലാശാല ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റിയായി യുനെസ്കോയിൽ ഇടം പിടിച്ച സ്ഥാപനമാണ്. വ്യാപാര രംഗത്തുണ്ടായ മുന്നേറ്റം വിവരണങ്ങൾക്ക് അതീതമാണ്. വണിക്കുകളും ഭരണാധികാരികളും തീർത്ഥാടകരും ആഫ്രിക്കൻ, ഏഷ്യൻ, യൂറോപ്യൻ ഭൂകമ്പങ്ങൾക്കിടയിൽ സഞ്ചരിച്ചു. അവർക്കൊപ്പം സമ്പത്തും അറിവും ചരക്കുകളും പുതിയ ആശയങ്ങളും സംസ്കാരവും സഞ്ചരിച്ചു. ആയിരക്കണക്കിനു മേൽ നീണ്ടു കിടക്കുന്ന സിൽക്ക് പാത ചൈന, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിച്ചിരുന്ന മനോഹരമായ വാണിജ്യ ഇടനാഴിയായിരുന്നു. 8ാം നൂറ്റാണ്ട് മുതൽ 3 ഭൂകമ്പങ്ങളിലുടനീളം വ്യാപാരത്തിന്റെയും ദേശാടനത്തിന്റെയും ശൃംഖല വികസിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു. കച്ചവടം വ്യാപിപ്പിക്കാനും കൃഷി വർദ്ധിപ്പിക്കാനും സാധനങ്ങളുടെ ഉൽപാദനക്ഷമത മുതുക്കുന്ന പുതിയ ആശയങ്ങൾ ഇതുവഴി പരസ്പരം കൈമാറി. സാംസ്കാരിക വിനിമയങ്ങളിലൂടെ മനോഹരമായ മനുഷ്യബന്ധം നിലവിൽ വന്നു. ആ ബന്ധം ഇസ്ലാമിന്റെ പ്രചരണത്തിനെയും വികാസത്തെയും ഗുണപരമായി സ്വാധീനിക്കുകയും ചെയ്തു. ആശയങ്ങളുടെ ക്രിയാത്മക കൈമാറ്റം അന്ന് യാതൊരു പേറ്റന്റ് കുത്തകയും കൂടാതെ നടന്നു പോന്നു. വ്യാപാരം വർദ്ധിച്ചതോടെ അറിവും സമൃദ്ധിയും വർദ്ധിച്ചു. മാലാഗയിലെയും അലക്സാണ്ടറുകളിലെയും തുറമുഖങ്ങൾ വളർച്ചയുടെയും ഉയർച്ചയുടെയും പരിണാമത്തിലെത്തി. സമുദ്ര വ്യാപാരങ്ങൾ തയ്ച്ചു വളർന്നു.
ഹെറാട്ടിൽ നിന്നുള്ള ബ്രോക്കോഡ്, ഡെമസ്കസിലെ പരവതാനികൾ, സ്പെയിനിലെ പയങ്ങൾ എന്നിവ രാഷ്ട്ര അതിർത്തികൾ ഭേദിച്ച സാമൂഹിക മാർക്കറ്റുകൾ സുലഭമായി ലഭിച്ചു. ഗതാഗത സാങ്കേതികത പുരോഗതി ലഭിച്ച വർദ്ധിച്ച ഇക്കാലത്തെ വാണിജ്യത്തെക്കാൾ പുരോഗതി ആർജിച്ചതായിരുന്നു അന്നത്തേത്. ഭരണാധികാരികളും തീർത്ഥാടകരും കച്ചവടക്കാരും ആഫ്രിക്കൻ, ഏഷ്യൻ, യൂറോപ്യൻ എന്നീ ഗ്രാമങ്ങൾക്കിടയിൽ സഞ്ചരിച്ചു. ജനപ്രിയ റോഡുകളിൽ കാരവാനുകൾ സ്ഥാപിക്കുകയും വിശ്രമ സൗകര്യം ഒരുക്കുകയും ചെയ്തു. കച്ചവടക്കാർ യാത്രക്കാരെ, വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസവും ഭക്ഷണ സൗകര്യവും ഇടയ്ക്കിടെ വിനോദവും ലഭ്യമാക്കി. പ്രാദേശിക മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ താമസ ഭക്ഷണ സൗകര്യം ഒരുക്കാൻ ചാരിറ്റബിൾ അസോസിയേഷനുകൾ രൂപം കൊണ്ടു. ഇതുവഴി കച്ചവട യാത്രകൾ ഉൾപ്പെടെ പ്രയാസരഹിതവും സുരക്ഷിതവുമായി. ഭൗമശാസ്ത്രജ്ഞനും പണ്ഡിതനും ചരിത്രകാരനും സഞ്ചാരിയുമായ അബുൽ ഹസൻ ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു മസൂദ് ഇസ്ലാമിക നാഗരികതയുടെ ഭക്ഷ്യോൽപാദനത്തിന്റെ കുതിപ്പുചാട്ടം രേഖപ്പെടുത്തി. വിളകളും അവ വളർത്താനുള്ള അറിവും സ്പെയിനിൽ നിന്ന് വളരുന്ന പീച്ച്, വഴുതന, ഓറഞ്ച് എന്നിവയുടെ വിതരണം രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഗ്രാഫ്റ്റിംഗും ക്രോപ്പ് റൊട്ടേഷനുകളും കൃഷിയുടെ ഉൽപാദനക്ഷമതയിലും വൈവിധ്യത്തിലും പുരോഗതി കൊണ്ടുവന്നു. 16-ാം നൂറ്റാണ്ടിലെ ഓട്ടോമൻ എഞ്ചിനീയർ തഖിയുദ്ദീൻ ഇബ്നു മഅറൂഫ് വാട്ടർ പമ്പുകൾ ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ വലിയ കുതിപ്പ് തന്നെ ഉണ്ടായി. ആരോഗ്യരംഗത്തുണ്ടായ മുന്നേറ്റം അടയാളപ്പെടുത്താൻ പേജുകൾ വേണ്ടിവരും. രോഗി പരിചരണം, പരിശോധനകൾ, ആശുപത്രികൾ, മരുന്നുകൾ, ശസ്ത്രക്രിയകൾ എന്നീ രംഗത്ത് ശക്തമായ ഗവേഷണ പഠനങ്ങൾ അക്കാലഘട്ടത്തിൽ നടന്നു. അബൂബക്കർ റാസി, അൽ-സഹറവി, ഇബ്നു ഹൈസം, ഇബ്നു സീന തുടങ്ങിയ ഇന്നും ഈ രംഗത്ത് റഫറൻസായി ഉപയോഗിക്കുന്ന നൂറുകണക്കിന് മെഡിക്കൽ ശാസ്ത്രജ്ഞർക്ക് അക്കാലഘട്ടം ജന്മം നൽകി. അന്ന് രചിച്ച ഗ്രന്ഥങ്ങളും നിർമ്മിച്ച ശാസ്ത്രക്രിയ ഉപകരണങ്ങളും അടിസ്ഥാനപ്പെടുത്തിയുള്ള പുരോഗതിയാണ് ഇന്നും മെഡിക്കൽ രംഗത്തുള്ളത്. കെട്ടിട നിർമ്മാണ രംഗത്തെ അതുല്യമായ നേട്ടമാണ് മുസ്ലിം നാഗരികത കൈവരിച്ചത്. മനോഹരമായ കെട്ടിടങ്ങൾ, നഗര നിർമ്മാണം, താഴിക കുടങ്ങൾ, നിലവറകൾ, കമാനങ്ങൾ, ഗോപുരങ്ങൾ തുടങ്ങി നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം നാഗരികതയുടെ ഈ സംഭാവന ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു. ഇസ്ലാമിക ആർട്ട് എന്ന രൂപത്തിലും ഇസ്ലാമിക ആർക്കിടെക്ചർ എന്ന രൂപത്തിലും ഇത് അറിയപ്പെട്ടു. 16-ാം നൂറ്റാണ്ടിലെ ഇസ്താംബൂൾ നിർമ്മിച്ച സുലൈമാൻ മസ്ജിദ് രൂപഭംഗി കൊണ്ടും കായിക കുടങ്ങൾ കൊണ്ട് മാത്രമല്ല പ്രസിദ്ധി ആർജിച്ചത്. ഭൂകമ്പത്തെ പ്രതിരോധിക്കാനും വായുവിന്യാസം ക്രമപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലായിരുന്നു അതിന്റെ നിർമ്മിതി. നൂറുകണക്കിന് വർഷങ്ങളായി പടിഞ്ഞാറും കിഴക്കും കൈമാറ്റം ചെയ്യപ്പെട്ട സംസ്കാരത്തിന്റെ മുന്നേറ്റത്തിന്റെ അടയാളങ്ങൾ കൂടിയാണ്. പട്ടണങ്ങളുടെ നിർമ്മാണവും അവയുടെ സംരക്ഷണവും സുപ്രധാനമാണ്. പാർപ്പിടങ്ങൾ, സ്കൂളുകൾ, പള്ളികൾ, മാർക്കറ്റുകൾ എന്നിവയുടെ ക്രമീകരണം അത്ഭുതപ്പെടുത്തുന്നതാണ്. വൃത്തിയും ശുചിത്വവും നഗര സൗന്ദര്യവിനായി പൂന്തോട്ടങ്ങൾ, മരങ്ങൾ, മനോഹരമായ റോഡുകൾ, നടപ്പാതകൾ, പൊതുകുളിമുറികൾ, ടോയ്ലറ്റുകൾ, തെരുവ് വിളക്കുകൾ, മഴവെള്ള സംഭരണികൾ, കനാലുകൾ എന്നിവയൊക്കെ ഇവയുടെ ഭാഗമാണ്. ഭൂമിശാസ്ത്രജ്ഞർ, പര്യവേഷകർ, ജ്യോതിശാസ്ത്രജ്ഞർ, പണ്ഡിതർ, സഞ്ചാരികൾ എന്നിവയുടെ കണ്ടെത്തലുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭൂമിയെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഭൂമിയുടെ ചുറ്റളവ് നിർണയം, ഭൂപട നിർമ്മാണം, പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഭൂമിയെയും നക്ഷത്രങ്ങളെയും സംബന്ധിച്ച ഗവേഷണ പഠനങ്ങൾ എന്നിവയിലൊക്കെ വലിയ മുന്നേറ്റമാണ് മുസ്ലിങ്ങൾ കൈവരിച്ചത്. ഇബ്നു ബത്തൂത്തയെ പോലുള്ള പണ്ഡിതന്മാർ
പതിറ്റാണ്ടുകളാണ് ഭൂമി സഞ്ചാരം നടത്തിയത്. ഭീമാകാരമായ തടിക്കപ്പലുകൾ നിർമ്മിച്ച് സമുദ്രയാത്ര ചെയ്ത പണ്ഡിതന്മാരെ കഥ വേറെ. മൊറോക്കൻ പണ്ഡിതനായ അബുൽ ഹസൻ അബു അബ്ദുള്ള അൽ ഇദ്രീസി വരച്ച ആഗോള ഭൂപടമാണ് ലോകമറിയാൻ സഞ്ചാരികൾക്ക് സഹായമായത്. മാർക്കോ പോളോക്കും കൊളംബസിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ഭൂപടം ഉപയോഗിച്ച് അന്വേഷകർ സഞ്ചരിച്ചിരുന്നു. വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു, നിരീക്ഷണോപകരണങ്ങൾ കണ്ടുപിടിച്ചു. ഇസ്ലാമിക ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ നടത്തിയ അറിവന്വേഷണങ്ങൾ ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. ലോകത്തിന്റെ സാംസ്കാരിക ശാസ്ത്രീയ പുരോഗതി നിയന്ത്രിക്കുകയും വിജ്ഞാന വിസ്ഫോടനം സൃഷ്ടിക്കുകയും ചെയ്ത ഈ നാഗരികത തകർന്നു തരിപ്പിടമായതെന്തുകൊണ്ട്? ഈ ശക്തമായ ഒഴുക്കിനെ അണകെട്ടി തടഞ്ഞതെങ്ങനെ? ഉൽപാദനക്ഷമതയിൽ നിന്നും നിർവികാരതയിലേക്കും ആലസ്യത്തിലേക്കും ഈ സമൂഹം നിപതിച്ചതെന്തുകൊണ്ട്? കൃത്യമായ പഠനം നടത്തുകയും ആലസ്യത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കാനുള്ള ഊർജം സംഭരിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ ആഘോഷത്തിന് അത് നിമിത്തമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിക്കുകയാണ്. പ്രാർത്ഥനയോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.